ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഗതാഗത നിയമലംഘനങ്ങൾക്ക് നൽകുന്ന പിഴയടയ്ക്കാതെ വാഹന ഉടമകൾ. ജില്ലയിൽ ഈ വർഷം പിഴയായി ഈടാക്കിയ ആകെ തുകയുടെ 83% കുടിശ്ശികയാണ്. 2 കോടിക്കടുത്ത് രൂപയുടെ കുടിശ്ശികയാണ് ജില്ലയിൽ ഉള്ളത്. ഏറ്റവും അധികം കുടിശ്ശിക കട്ടപ്പനയിലും ഏറ്റവും കുറവ് ഉടുമ്പൻചോലയിലുമാണ്. ക്യാമറകളിലൂടെ മാത്രം കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ 36,762 ചെല്ലാനുകളിലായി 1,91,80,500 രൂപയുടെ കുടിശ്ശികയാണ് ജില്ലയിലുള്ളത്. പിഴയിൽ 83.01% കുടിശ്ശികയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കട്ടപ്പനയിലാണ്. ഇവിടെ 10,598 ചെല്ലാനുകളിലായി 51,49,250 രൂപയും കുടിശ്ശികയാണ്. വാഗമൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 12,89,750 രൂപയും ഉടുമ്പൻചോലയിൽ 6,01,001 രൂപയുമാണ് കുടിശ്ശിക. ഇതേസമയം വാഹന ഉടമകൾക്ക് യഥാസമയം നോട്ടീസ് ലഭിക്കാത്തതിനാൽ വിവരം അറിയാത്ത സാഹചര്യവുമുണ്ട്. പിഴയടയ്ക്കാൻ പോലീസ് സ്റ്റേഷനുകളിൽ സൗകര്യം ഏർപ്പെടുത്താത്തതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പിഴ ഒടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും പിഴ ചുമത്തിയാൽ തുകയൊടുക്കി നീതിബോധം പ്രകടിപ്പിക്കുന്നവരാകാനും ഇതോടെ ബോധവൽക്കരണ നിർദ്ദേശങ്ങളുമായി പോലീസും രംഗത്തെത്തിയിട്ടുണ്ട്. ഗതാഗത നിയമലംഘനങ്ങളിൽ പിടികൂടുന്നവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അപ്പോൾ തന്നെ പിഴ ഈടാക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.